ഹായ് ഹലോ എവരി വൺ. ഇന്നിപ്പോൾ ഒരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ആട്ടോ, മുട്ടക്കറിയും വെള്ളയപ്പം ഞാനപ്പോൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞു ജോജിയുടെ അടുത്ത്. അപ്പോൾ വീട് പണി നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എനിക്ക് ജോലിക്കും പോകണം, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് വേണം ഞാൻ ജോലിക്ക് പോകാറുള്ളത്. അപ്പോൾ വെള്ളയപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അത്ര നേരം നിന്ന് ഉണ്ടാക്കാനായിട്ട് മടിയാവും. പുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം ഓർഡർ ആക്കി മുട്ടക്കറി റെഡിയാക്കുവാണ് രാവിലെ. മുട്ട ഞാനൊരു കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ പിന്നെ അത് പൊളിച്ച് വേഗം റെഡിയാക്കുവാണ്. കറക്റ്റ് സമയത്താണ് മിക്സി കംപ്ലൈൻ്റ് ആയത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇഡ്ഡലിയും ദോശയും വെള്ളയപ്പമൊക്കെ ഞാനിവിടെ അരയ്ക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മിക്സി ഇനിയിപ്പോൾ വീട് പണിതിട്ട് പുതിയ മിക്സി വാങ്ങിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വേറെ വാങ്ങിയില്ല. കാര്യം 4-5 വർഷമായി. അപ്പോൾ പിന്നെ അത് നന്നാക്കാനും കൊടുത്തില്ല. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യണ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോഴേക്കും ജോ വന്നതിന് മുമ്പ് വേഗം ധൃതി പിടിച്ച് ചെയ്യണം. ജോ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊക്കെ കുളമാവും. എനിക്ക് വേറെ പരിപാടി ഉണ്ട് സജി, നീ പുള്ളകളിയല്ല, എനിക്ക് തലക്ക് ഓളം പറ്റിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ എല്ലാ ദിവസത്തെ അവസ്ഥ. എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും രാവിലെ. അപ്പോൾ ഇതുപോലെ തന്നെ കുളമാകും. ജോ വന്നു കഴിഞ്ഞാൽ ജോ ധൃതി പിടിക്കും. കാര്യം ചെന്നാൽ പണിക്കാരുടെ സമയവും കളയണ്ടല്ലോ, വേഗം ചായ കുടിച്ചിട്ട് അവർക്ക് വീണ്ടും വർക്കിലേക്ക് കയറേണ്ടതല്ലേ. അപ്പോൾ എന്നോട് പറയും വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം, നീ വേഗം ഇത് ഇങ്ങനെ റെഡിയാക്കി തരാൻ പറയും. അങ്ങനെ എന്താ പറയുക, ഞാൻ പിന്നെ അതെല്ലാം വേഗം റെഡിയാക്കി ആളെ പറഞ്ഞു വിട്ടു. അതിന് ശേഷത്തേക്കും പിന്നെ ചായ വെച്ചേക്കുവാണ്. അപ്പോൾ ജോ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെപ്പാടൊരു വെപ്രാളമാണ് ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വലിയ കലമൊന്നുമില്ല ഇത്രയും പേർക്ക് ഒരുമിച്ച് ചായ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് വേഗം തന്നെ അടുപ്പത്ത് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്കും ചായയും റെഡിയായി. അപ്പോൾ ഈ ചായക്കെറ്റിൽ ഞാൻ എറണാകുളം മാർക്കറ്റിൽ മാത്തർ ബസാറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിലൊരു 25 ചായയൊക്കെ കൊള്ളൂ കേട്ടോ. ഞാനത് 1-2 ഷോപ്പുകളൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് പറഞ്ഞത്. പക്ഷേ ഇത് നല്ല ലാഭത്തിൽ കിട്ടി. അപ്പോൾ ഞാൻ വെച്ച് ഇതിന് ആദ്യം വില കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. വില കുറവായതുകൊണ്ട് വില ഞാൻ മറന്നു പോയിട്ടാ. അതാണ്, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞേനെ. പക്ഷേ ഇത് നന്നായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇത് ഇരുന്നോളും. ചൂട് നിറച്ച് ചായ ഒഴിച്ച് വെച്ചാൽ എനിക്ക് തോന്നുന്നു വൈകിട്ട് വരെ ഇരുന്നോളൂ എന്ന് തോന്നണം. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയ ശേഷം ഞാനത് ഫസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കും എങ്ങനെയുണ്ടെന്ന്, എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. പിന്നെ രാവിലെ എനിക്ക് ചായ കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. ചായ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടോ എന്താണെന്ന് അറിയാനായിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വരെ ചെന്നാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതായിരിക്കും, ദൈവം അനുഗ്രഹിച്ചാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബായ്.